അമ്മ ഈ കിടന്ന് ബഹളം വയ്ക്കുന്ന പോലെയൊന്നും ഇല്ല സന്ദീപേട്ടാ. ഒരിടത്തരം വീട്, പിന്നെ വാഷ് ഏരിയൊക്കെ പുറത്താ, വാട്ടർ കണക്ഷനും ഇല്ല. പകരം കിണറ്റീന്ന് വെള്ളം കോരണം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഓഹോ, അപ്പോ നീയും അച്ഛന്റെ സൈഡായല്ലേ? സത്യാവസ്ഥ എന്താണെന്ന് വിനോദ് പറയും. മോനെ പറഞ്ഞു കൊടുക്കടാ. അമ്മ പറഞ്ഞ പോലെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനും അച്ഛനും ഇതുവരെ പൂക്കടയിലാണ് കഴിച്ചു കൂട്ടിയത്. ഒരു വീടെടുത്ത് മാറണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു വാടകയ്ക്ക് വീടൊത്തു കിട്ടിയപ്പോ അവിടെ താമസിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സാരമില്ല വിനോദ്, ഫോൺ അങ്കിളുടെ കൊടുത്തേ. മോനെ, അങ്കിളെ കുറച്ചുകൂടി സൗകര്യമുള്ള നല്ലൊരു വീട് നോക്ക്. അല്ല മോനെ, എന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് അതൊന്നും അങ്കിള് കാര്യാക്കണ്ട. ഡിപ്പോസിറ്റിനും മാസം മാസമുള്ള വാടകയ്ക്കുള്ള പൈസ ഞാൻ അയച്ചു തരുന്നുണ്ട്. സന്ദീപ് മോനെ, ഒരു ഉപകാരം ചെയ്യോ? എന്നെയും മോളെയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോവോ? ദേവൂട്ടി അവിടെ സ്കൂൾ മാനേജറായിട്ട് കഷ്ടപ്പെടുവാണെന്ന് അറിയാം. ഞാനും അഖിലയും കൂടി അങ്ങോട്ട് വന്നാ അഖിലയ്ക്കും സ്കൂളിൽ എന്തെങ്കിലും ജോലി തരപ്പെടുത്താലോ. ദേവൂട്ടിക്ക് അതൊരു സഹായമാവുകയും ചെയ്യും. പിന്നെ ഞാൻ വല്ല പ്രിൻസിപ്പാളോ ഹെഡ് മാസ്റ്ററോ ഒക്കെ ആയിട്ട് അവിടെ നിന്നോളാം. ഇങ്ങെടുക്ക. കണ്ടില്ലേ, ഇതാ ഇവളുടെ പ്രശ്നം, അത്യാർത്ഥി. അതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരാനും പോകുന്നില്ല. കുറച്ചുകൂടി സൗകര്യമുള്ള വീട് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഇന്ദുമതി ആന്റി പറയുന്ന പോലെ അവരെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? എന്റെ അമ്മ തന്നോട് പോലും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പൊ പിന്നെ അവരോട് എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എടോ, തന്റെ അച്ഛനോട് കാശ് അയച്ചു കൊടുക്കാന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അത് വാങ്ങാൻ മടിയൊന്നും കാണിക്കരുതെന്ന് താനും കൂടി ഒന്ന് പറയണം. നമ്മൾ അവിടെ വിട്ട് ഇങ്ങോട്ട് പോന്നപ്പോ അവരുടെ കാര്യം മറന്നുപോയെന്നൊരു കുറ്റബോധം എനിക്ക് തോന്നുന്നുണ്ട്. എന്താടോ? നീ എന്തിനാ ഏതു നേരവും ദേവൂട്ടി മോളെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തുന്നത്? അതും ഇന്ന് നല്ലൊരു ദിവസമായിട്ട്. പറഞ്ഞ എന്താ കുഴപ്പം? ഞാനേ വഴിയെ പോകുന്നവരോടൊന്നും അല്ലല്ലോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേ, എന്റെ മോളോടല്ലേ. ഓണമായിട്ട് അവളും സന്ദീപും കൂടി അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കായിരിക്കും. ഇവിടെ നമ്മുടെ അവസ്ഥയോ വീടും തെണ്ടി പെരുവഴി കിടന്ന് നരകിക്കുന്നു. അമ്മ പറഞ്ഞതുപോലെ അത് പട്ടിക്കൂട് പോലുള്ള വീടൊന്നുമല്ല. സൗകര്യങ്ങൾ കുറവാണെങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് താമസിക്കാൻ അത് തന്നെ ധാരാളം. പിന്നെ അവിടെ നീയും നിന്റെ അച്ഛനും കൂടി അങ്ങ് താമസിച്ചാ മതി. എനിക്കേ ആ തൊഴുത്തു പോലത്തെ വീട്ടിൽ കിടന്ന് നശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് പോയിക്കോളാം. അവിടെ ചെന്ന് സന്ദീപിനോട് പറഞ്ഞാ എനിക്ക് ആ സ്കൂളിൽ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരും. വല്ല മാനേജർ പോസ്റ്റോ അങ്ങനെ. നിർത്തുന്നുണ്ടോ? വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്. സന്ദീപും ദേവൂട്ടിയും അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. അവരുടെ സ്വസ്ഥത നശിപ്പിക്കാൻ നീ അങ്ങോട്ട് പോകരുത്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അത് നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനൊരു കാര്യം വിചാരിച്ച അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും. ചുമ്മാ വാശി പിടിക്കല്ലേ അമ്മ. ഗഗനും ദേവൂട്ടിയായിട്ടുള്ള കല്യാണം നടത്തണമെന്ന് അമ്മ വാശി പിടിച്ചിട്ട് അത് നടന്നോ? അതുപോലെ തന്നെ ഇക്കാര്യവും. ആഹാ, നീ എന്നോട് തർക്കുത്തരം പറയാൻ തുടങ്ങിയല്ലേ? നിന്നെ ഞാൻ. നീ എന്തിനാ അവളെ ഉപദ്രവിക്കുന്നേ? നീ തലകുത്തി ശ്രമിച്ചാലും മൂകാംബിക ദേവി വിചാരിച്ചാലേ നിനക്ക് ദേവൂട്ടിയുടെ അടുത്തെത്താൻ പറ്റൂ. തീരുമാനങ്ങളെല്ലാം അവിടുന്നാവും. നിങ്ങൾ നോയിക്കോ, ഇക്കാര്യത്തിലെ മൂകാംബിക ദേവി ഇന്ദുമതിയുടെ കൂടെയാ. അങ്ങനെയാണെന്ന് ഞാൻ അച്ഛനെയും മക്കളെയും കാണിച്ചുതരാം. അമ്മ,
ഈ അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? കിഷനെ അവന്റെ വീട്ടുകാരെയും ഈ അമ്മ ഒരാൾ വെറുപ്പിച്ചു വച്ചിരിക്കുക. അവളെ തനിച്ചു വിടണ്ട. നമ്മളോടുള്ള ദേഷ്യം ആ പാവങ്ങളോടായിരിക്കും നേരെ ചെന്ന് കാണിക്കുക. നീയും കൂടി അങ്ങോട്ട് ചെല്ലും മോളെ. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ സമാധാനിക്ക്. വാടക വീട് റെഡിയായാൽ നമുക്ക് ഉടനെ അങ്ങോട്ട് മാറാം. അഖിലേ നമുക്കൊപ്പം കൂട്ടാം. അപ്പൊ അമ്മ തനിയെ ഇങ്ങ് വന്നോളൂ.